ഹായ് യൂട്യൂബ് വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് കുറ്റവും കുറവൊക്കെ കാണും. ഓക്കെ, സോ ഐ മേക്കിംഗ് യാക്നി പുലാവ് ഹിയർ ടുഡേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹാഫ് കുക്ക് പൊട്ടേറ്റോസ് എടുത്തിട്ടുണ്ട്. സാധാരണ യാക്നി പുലാവിന് കുറച്ച് വലിയ സൈസ് പൊട്ടേറ്റോസാണ് എടുക്കേണ്ടത്. ബട്ട് എൻ്റെ വീട്ടിൽ ദിസ് ഇസ് ദ വേർഷൻ ദാറ്റ് ഹി മൈറ്റ് സ്റ്റിൽ ആക്സെപ്റ്റ്. ഹീ എന്ന് പറയുന്നത് എൻ്റെ മോൻ. ഓക്കെ, ഹീ ഈസ് 23 years old ആൻഡ് ഹീ ഈസ് ലിറ്റിൽ സ്പെസിഫിക് വിത്ത് ഹിസ് ഫുഡ്. അപ്പോൾ ഞാൻ ഇത് ചെറുതായിട്ട് ഡൈസ് ചെയ്തിട്ടാണ് ഒന്ന് സ്റ്റീം ചെയ്ത് ഒന്ന് ബോയിൽ ചെയ്തിട്ടുണ്ട്. ബോയിൽ ചെയ്തിട്ടാണ് ഇടുന്നത്. അതർവൈസ് ഇറ്റ് വുഡ് ടേക്ക് എ മച്ച് ലോങ്ങർ ടൈം അല്ലേ. എൻ്റെ വേർഷൻ ഓഫ് കുക്കിംഗ് വാട്ട് യു ക്യാൻ എക്സ്പെക്റ്റ് ഇസ് കുറച്ച് ഫാസ്റ്റ് കുക്കിംഗ് ആയിരിക്കും. ഇൻ ദ സെൻസ് ഈസി ടു കുക്ക് കൈൻഡ് ഓഫ് ഡിഷസാണ് ഞാൻ ചെയ്യാറ്. ഒത്തൻറ്റിക് ചെയ്യില്ല എന്നല്ല കേട്ടോ, ഒത്തൻറ്റിക്കും ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് വോണ്ട് ബി ഓൺലി സൗത്ത് ഇന്ത്യൻ, ഇറ്റ് വിൽ ബി എ മിക്സ് ഓഫ് വാട്ട് എവർ ഐ മേക്ക് അറ്റ് ഹോം ദാറ്റ് ഐ വിൽ പുട്ട് അക്രോസ്. പിന്നെ ഞാൻ കംപ്ലീറ്റ് മലയാളത്തിലും അല്ലായിരിക്കും ചെയ്യണേ. ദാറ്റ് ഈസ് ബിക്കോസ് ഐ വാസ് ബോട്ടപ്പ് ടിൽ പെർട്ടിക്കുലർ ടൈം, ലൈക്ക് യുനോ 8th സ്റ്റാൻഡേർഡ് വരെയൊക്കെ ഞാൻ ദുബായിലായിരുന്നു. സോ ഇറ്റ് ഈസ് ഗോൺ ബി എ മിക്സ് വേർഷൻ ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം കേട്ടോ. മലയാളം ആണെങ്കിലും പക്ക തൃശ്ശൂർക്കാരിയുടെ മലയാളം ഒന്നും അല്ലായിരിക്കും. ബിക്കോസ് മലയാളം ശരിക്കും സംസാരിച്ചു തുടങ്ങിയത് ഓർ സ്പീഡിൽ സംസാരിച്ചു തുടങ്ങിയത് കോളേജിൽ ചേർന്നിട്ടാണ്. സോ കോളേജ് വന്നപ്പം ഇറ്റ് വാസ് എ മിക്സ് ഓഫ് ഓൾ ദി മലയാളികളുടെ എല്ലാവരുടെയും കൂടി ഒരു മിക്സ് ആയിരുന്നു ഫ്രോം ഡിഫറെൻറ്റ് ഏരിയാസ്. സോ മൈ മലയാളം ഈസ് ഓൾസോ ഗോണ ബി എ മിക്സ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ലെവൽ എത്തുമ്പോൾ അത് കോരി മാറ്റാം. എന്നിട്ട് അതേ എണ്ണയിൽ നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള ഉള്ളി ഇടാം. ഉള്ളിയിൽ ആസ് യു ഓൾ നോ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് സോ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് ഡൺ ഫാസ്റ്റ്. നമ്മൾ ബിരിയാണിക്കൊക്കെ കോരി വെക്കുന്ന പോലെ വെക്കണം. അത് കഴിഞ്ഞിട്ട് യു ഹാവ് ടു ആഡ് ദീസ് ഇൻഗ്രീഡിയൻസ് ഇൻ. ഞാൻ എടുത്ത് പറയണില്ല ബിക്കോസ് ഇറ്റ് ഗോസ് വെരി ഫാസ്റ്റ്. അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ഇൻഗ്രീഡിയൻസൊക്കെ കഴുകിയിട്ടാണ് കഴുകി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ഇടേണ്ടത് നമ്മൾ. അതിട്ട് കഴിഞ്ഞ് അതിലോട്ട് കുറച്ച് ക്രഷ് ജിഞ്ചർ ആൻഡ് ഗാർലിക് ഇടണം. പിന്നെ ഡൈസ്ഡ് ആയിട്ടുള്ള ഓണിയൻസ് കുറച്ച് ഇടണം അതിലോട്ട്. ഈ പോട്ടിലോട്ട് യു കെൻ ഓൾസോ ഓപ്റ്റ് ടു മേക്ക് ഇറ്റ് എ 1-pot ഡിഷ് കേട്ടോ. ഇവിടെ എൻ്റെ വീട്ടിൽ ദേ ഡോണ്ട് ലൈക്ക്, ഹി ഡസൻറ്റ് ലൈക്ക് ദി മസാലാസ് കമ്മിങ് ഇൻ ബിറ്റ്വീൻ ദി റൈസ്. സോ അതുകൊണ്ട് ഞാൻ ഈ വേർഷൻ ഓപ്റ്റ് ചെയ്യണേ. ആൻഡ് ദിസ് ഈസ് ഓൾസോ വേർഷൻ ദറ്റ് പീപ്പിൾ ഡു കേട്ടോ. അപ്പോൾ ഇഫ് യു ആർ ഓപ്റ്റിംഗ് ടു മേക്ക് ഇൻ എ കുക്കർ, you can saute the potatoes, you can saute the onion, take off the onions first. എന്നിട്ട് ഈ ഒരു വേർഷൻ തിളപ്പിക്കാൻ വെക്കാം. ഇത് തിളപ്പിക്കാൻ വെക്കുമ്പോൾ അതിനകത്തോട്ട് ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ കൂടി ഇട്ടിട്ട് യു ഹാവ് ടു പോർ അരിയുടെ ഡബിൾ കപ്സ് ഓഫ് വാട്ടർ ഇട്ടിട്ട് യു ഹാവ് ടു ബോയിൽ. 10 minutes ആണ് പറഞ്ഞത്. പ്രോബബ്ലി ഇഫ് യു ഡു ഇറ്റ് ഫോർ അബൌട്ട് 12 minutes ചിക്കൻ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും. സോ വാട്ട് ഐ എം ഡൂയിങ് റൈറ്റ് നൗ ഇസ് പിക്കിംഗ് ഔട്ട് ദ ചിക്കൻ ഫ്രം ദ ബോയിലിംഗ് വാട്ടർ. ഓക്കെ, ഒരു 10-12 minutes വെന്ത് കഴിയുമ്പോൾ ഈ ചിക്കൻ ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആ വെള്ളം ഇനിയും കുറേയും കൂടെ തിളയ്ക്കാൻ വെക്കണം കേട്ടോ. ഇറ്റ് ഹാസ് ടു ബോയിൽ വെൽ, എന്നാലും ആ മസാലയൊക്കെ ആ വെള്ളത്തിൽ ഇറങ്ങി അതിൻ്റെ ഫ്ലേവർ കാണുള്ളൂ. യു ക്യാൻ ടേക്ക് അനദർ പാൻ ആൻഡ് പുട്ട്, എണ്ണ ഇടണമെന്നില്ല കേട്ടോ. നമ്മൾ അപ്പോൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി അതിടുക. അത് കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടുള്ള ജിഞ്ചർ ഗാർലിക്ക് നമ്മളൊന്ന് ചതയ്ക്കുക. എന്നിട്ട് അതും ഇടുക. ഇത് രണ്ടും ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് സോട്ടേ ചെയ്യണം കേട്ടോ. അത് സോട്ടേ ചെയ്ത് ഒരുവിധം ആവുമ്പോൾ യു ക്യാൻ ആഡ് ഇൻ ഡൈസ്ഡ് ടൊമാറ്റോസ് ഓൾസോ. If you like the tomato, if you like to bite into the tomatoes, you don't have to wait till it becomes really soft or becomes a paste. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ഹൗ ഐ ഡിഡ്, ഒരുവിധം അത് പേസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ആ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനില്ലേ അത് ഇതിലോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് സ്റ്റർ ചെയ്ത് ഒരു 2 minute 3 minute സ്റ്റർ ചെയ്യണം. ദാറ്റ് ഇസ് സോ ദാറ്റ് ആ ചിക്കനും കൂടെ ഒന്ന് ആ മസാലയിൽ ഒന്ന് റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. അത് റോസ്റ്റായി കഴിയുമ്പം വാട്ട് വി ക്യാൻ ഡു ഇസ് 2 or 1.5 കപ്പ് നമുക്ക് പുളി ഇഷ്ടമുള്ളതനുസരിച്ച് യു ക്യാൻ ആഡ് ഇൻ സം കേർഡ്. ഓക്കെ, 1.5 or 2 ഡിപ്പെൻഡിങ് ഓൺ ഹൗ യു ലൈക്ക് ഇറ്റ്. ആ പുളി അനുസരിച്ച് വേണം കേട്ടോ കേർഡ് ഇടാനായിട്ട്. അപ്പോൾ ഈ കേർഡും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് യു ഹാവ് ടു സ്റ്റർ ഇറ്റ് ഇൻ റിയലി വെൽ.
അതും കൂടെ ഒന്നായി കഴിയുമ്പം ദ നെക്സ്റ്റ് പ്രോസസ്സസ് നമ്മൾ ആ തിളപ്പിച്ച് മാറ്റി വെച്ച വെള്ളമില്ലേ, ആ വെള്ളം ഇതിലോട്ട് ഒഴിക്കുക. സോ നൗ ദിസ് വാട്ടർ ഇസ് എക്സാക്ട്ലി ഡബിൾ ഓഫ് ദ റൈസ് ദാറ്റ് വി ഹാവ് കെപ്റ്റ് അസൈഡ് കേട്ടോ. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് കാണിക്കാൻ മറന്നുപോയി. അരി ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് ചെയ്തത് അരി സോക്ക് ചെയ്ത് ഒരു 10-15 മിനിറ്റ് സോക്കായിട്ട് അത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളം നമ്മളിപ്പോൾ ഒഴിച്ച് കഴിഞ്ഞ് അത് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഈ അരിപ്പയിൽ സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുള്ള സോക്ക് ചെയ്തിട്ടുള്ള അരിനെ നമ്മൾ നല്ലോണം സ്ട്രെയിൻ ചെയ്ത് ഈ തിളച്ച വെള്ളത്തിലോട്ട് ഇടുക. ഓക്കെ, എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ യു ക്യാൻ ചെക്ക് ഫോർ യുവർ സോൾട്ട്. ഓക്കെ, എൻ്റെ സ്റ്റോക്കിൽ ഓൾറെഡി അത്യാവശ്യം സോൾട്ട് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അധികം ഇട്ടിട്ടില്ല. പിന്നെ യു ക്യാൻ ആഡ് ഇൻ ദ ഗ്രീൻ ചില്ലീസ്. ഓക്കെ, ഇതിൽ വലിയ എരിവ് കാണില്ല, ബട്ട് അക്കോർഡിംഗ് ടു ഹൗ യു ലൈക്ക് ഇറ്റ് യു ക്യാൻ ആഡ് ഇൻ മോർ ഗ്രീൻ ചില്ലീസ്. ആൻഡ് ഗരം മസാലയുടെ ഫ്ലേവർ കുറച്ച് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഗരം മസാല പൊടി കുറച്ചിട്ടിട്ടുണ്ട്. ആൻഡ് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കും. ഓക്കെ, സോ ദാറ്റ് ഐ നോ ദ ഫ്ലേവർ ഇസ് റൈറ്റ്. എന്നിട്ട് ഞാൻ കുറച്ച് അതിലോട്ട് ആ മല്ലിയിലയും പിന്നെ കുറച്ച് അപ്പം നോക്കിയപ്പം പച്ചമുളക് കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പച്ചമുളക് ഇട്ടായിരുന്നു. ഓക്കെ, എന്നിട്ട് ഇതിനെയൊക്കെ കൂടെ നല്ലോണം മിക്സ് ചെയ്ത് നമ്മളപ്പോൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഉണ്ടല്ലോ, ആ പൊട്ടാറ്റോയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇഫ് യു ലൈക്ക് മോർ പൊട്ടാറ്റോസ് യു ക്യാൻ ആഡ് ഇൻ മോർ പൊട്ടാറ്റോസ്. ആൻഡ് നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടമുള്ളതനുസരിച്ച് അതിൻ്റെ സൈസും മാറ്റാം കേട്ടോ. ഓക്കെ, എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ട് നമ്മൾ ദമ്മിനൊക്കെ വെക്കുന്ന പോലെ ദമ്മിന് വെക്കണം. ഓക്കെ, ബിരിയാണി ദം ചെയ്യാൻ വെക്കുന്ന പോലെ അത് വെച്ച് ഞാൻ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഐ ഹാവ് യൂസ്ഡ് എ ടവൽ, ക്ലോസ്ഡ് ടൈറ്റ്. എന്നിട്ടാണ് ഇനി അതിൻ്റെ കുക്കിംഗ് പ്രോസസ്സ് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നൗ വെൻ യു ഓപ്പൺ ഭയങ്കര നല്ലൊരു ഫ്ലേവർ വരും. അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ഉള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ പറയാൻ മറന്നുപോയി. കുറച്ച് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഒന്ന് ഭംഗിക്ക് ഇടുമല്ലോ നമ്മൾ, അതുപോലെ കുറച്ച് മല്ലിയിലയും ഉള്ളിയും കൂടി ഇട്ടിട്ടാണ് മൂടി വെച്ചത് കേട്ടോ. മൂടി വെച്ച് കഴിഞ്ഞ് നൗ ഇപ്പോൾ തുറക്കുമ്പോൾ ഇറ്റ് ഇസ് കം ലൈക്ക് ബിരിയാണി ആവണ പോലെ തന്നെ നല്ല ഫ്ലേവറും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും. സോ ഹോപ്പ് യു എൻജോയ് ദിസ് സെഷൻ ഓഫ് ദിസ് വേർഷൻ ഓഫ് മൈ യാക്നി പുലാവ് ആൻഡ് ഹോപ്പിംഗ് ദാറ്റ് യു വിൽ ജോയിൻ മീ ഇൻ മൈ എന്താ പറയുക ഫ്യൂച്ചർ വീഡിയോസ്. ഓക്കെ, ഞാൻ കുറച്ചും കൂടി എന്നെപ്പറ്റി പറയാം ആഫ്റ്റർ ദ കുക്കിംഗ് ഈസ് ഡൺ. ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്ക്ഡ്. ഐ സെർവ്ഡ് ഇറ്റ് വിത്ത് ചിക്കൻ കറി. ഈ ചിക്കൻ കറിയും വേറൊരു തട്ടിക്കൂട്ടായിരുന്നു, ബട്ട് ഇറ്റ് വെൻറ്റ് വെൽ വിത്ത് ദിസ് ഡിഷ്. If you need the recipe for it, I'll share it sometime later.